നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സന്ധിവാതവും അതിനുള്ള ചികിത്സയെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ പ്രമുഖ റിമറ്റോളജിസ്റ്റായ ഡോക്ടർ ബിനോയ് ജെ പോൾ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ വാദം എന്നൊന്ന് വിശദീകരിക്കാമോ? വാദം എന്നത് മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു പദമാണ്. ഒട്ടേറെ വ്യത്യസ്തമായ രോഗങ്ങളെ വാദം എന്ന പേരുകൂട്ടി നാം പറയാറുണ്ട്. പക്ഷവാതം, പിള്ളവാതം, രക്തവാതം, ചുടുവാദം തുടങ്ങി അനേകതരം വാദങ്ങളാണ് മലയാളിയുടെ ഭാഷയിലുള്ളത്. ഇവ ഓരോന്നും ആധുനിക വൈദ്യശാസ്ത്രപ്രകാരം വളരെ വ്യത്യസ്തമായ രോഗങ്ങളാണ്. ഉദാഹരണത്തിന് പക്ഷവാതം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് തളർച്ചയുണ്ടാക്കുന്ന രോഗമാണ്. ഇത് തലച്ചോറിൻ്റെ എതിർഭാഗത്തെ പ്രവർത്തനം കുറയുമ്പോഴാണ് സംഭവിക്കുക. അതൊരു നാഡീവ്യൂഹ രോഗമാണ്. അതേസമയം പിള്ളവാതം പോളിയോ വൈറസ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗമാണ്. അത് മസിലിന് തളർച്ചയും മെലിച്ചിലുമൊക്കെ ഉണ്ടാക്കും. ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ചൊറിഞ്ഞു പൊട്ടി നീരോ ചോരയൊക്കെ വന്നാൽ ചിലരതിനെ രക്തവാതം എന്ന് പറയാറുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രപ്രകാരം അത് എക്സീമ എന്ന് പറയുന്ന ഒരു ത്വക്ക് രോഗമാണ്. വിറവാദം, കമ്പവാദം എന്നൊക്കെ പറയുന്ന ശരീരത്തിന് വിറയലും നടക്കുമ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന രോഗം പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഒരു ന്യൂറോളജി രോഗമാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ ഒന്നിനെയും റുമാറ്റിസത്തിൽ പെടുത്തുന്നില്ല. റുമാറ്റിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സന്ധികളെയും അതിനു ചുറ്റുമുള്ള പേശികൾ, അവയുടെ ചലനവള്ളികൾ അഥവാ ടെൻഡനുകൾ, അവയുടെ ലിഗമെൻറ്റുകൾ അഥവാ സ്നായുക്കൾ, ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന രോഗത്തെ മാത്രമാണ്. സന്ധിവാതങ്ങളുടെ നിർണയവും ചികിത്സയും സംബന്ധിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ശാഖയാണ് റുമറ്റോളജി. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കാണ് തലയിലൊക്കെ ചവിട്ടി നിൽക്കുമ്പോഴത്തേന് സൂചി കുത്തുന്നത് വേദനയാണ്. അതൊക്കെ വാദത്തിൻ്റെതാണെന്നാ പറയുന്നത്. തലയിലാ വേദന? ഹലോ, വേദന ഏത് ഭാഗത്താണെന്ന് വ്യക്തമായില്ല. കാലിന്റെ വെള്ളയില് തറയിലൊന്നും ചവിട്ടിയിരിക്കാനൊന്നും പറ്റൂല. തണുപ്പ് തറയില്. എവിടെയെങ്കിലും ഇരുന്നിട്ട് എണീറ്റ് ചവിട്ടുമ്പോൾ വേദന കൂടുതലുണ്ടോ? ഉണ്ട്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് തറയിലോട്ട് വെക്കുമ്പോഴേ ഇതേ വേദന കൂടുതലാണ്. കുറച്ച് സമയം അങ്ങ് നടന്നു കഴിഞ്ഞാൽ വേദന കുറയുമോ? കുറച്ച് സമയം കൊണ്ടൊന്നും കുറെ നേരം കഴിഞ്ഞിട്ടേ മാറാറുള്ളൂ. ഇത് പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതായത് നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള എല്ലിൻ്റെയും കട്ടിയുള്ള തൊലിയുടെയും ഇടയ്ക്കൊരു പാടയുണ്ട്. അതിനുണ്ടാകുന്ന ഒരു നീർക്കെട്ടിൻ്റെ പേരാണ് പ്ലാന്റാർ ഫേഷ്യായിറ്റിസ്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രമേഹമുള്ളവർക്ക് വരാം, തൈറോയ്ഡ് രോഗങ്ങളുള്ളവർക്ക് വരാം, പരുപരുത്ത തറയിൽ ചവിട്ടി നടക്കുന്നവർക്കുണ്ടാവാം. പിന്നീട് ചിലതരം വാതരോഗങ്ങൾ, സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ചില വാതരോഗങ്ങളുടെ ഭാഗമായിട്ടും വരാം. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് ആദ്യം കണ്ടെത്തണം. അതിന് പല പരിശോധനകളും തുടക്കത്തിൽ ആവശ്യമായി വരും. അതിനുശേഷം രോഗം എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് സാധാരണ ഇതിന് ചികിത്സകൾ നിശ്ചയിക്കുക. ചെരുപ്പുകൾ എന്ത് ചെരുപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് ചെരുപ്പുകൾ ഇടാറുണ്ടോ? പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെരുപ്പുകൾ? ഇതിന് ഏറ്റവും നല്ലത് മൈക്രോസെല്ലുലാർ റബ്ബർ MCR ചെരുപ്പുകൾ എന്ന് പറയുന്ന ചെരുപ്പുകളാണ്. പിന്നെ ഈ നീർക്കെട്ടും വീക്കവും കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. അതുകൊണ്ട് കുറയാത്തവർക്ക് അതിന് ഫിസിയോതെറാപ്പിയിലെ അൾട്രാസോണിക് എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതുകൊണ്ടും കുറയാത്തവർക്ക് കാലിനടിയിലെ മീഥൈൽ പ്രെഡ്നിസോളോൺ എന്ന് പറയുന്ന മരുന്ന് ഇഞ്ചക്ഷനായിട്ട് എടുക്കും. അങ്ങനെ പലതരം ചികിത്സാ രീതികളുണ്ട്. എന്താണ് രോഗമെന്ന് ആദ്യം രോഗകാരണം എന്ന് കണ്ടെത്തണം. രോഗം പ്ലാന്റാർ ഫേഷ്യായിറ്റിസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ അതിൻ്റെ കാരണം പിറകിൽ എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഒരു തൈറോയ്ഡ് രോഗം കൊണ്ട് വരുന്ന ഒരാൾക്ക് തൈറോയ്ഡിൻ്റെ മരുന്നുകൾ കഴിക്കേണ്ടി വരും. വാദത്തിൻ്റെ ഭാഗമാണെങ്കിൽ വാദത്തിൻ്റെ മരുന്നുകൾ അതിന് പുറമെ ഉപയോഗിക്കേണ്ടി വരും. കൈ കൊണ്ടൊന്നും മുറുകെ പിടിക്കാനൊക്കില്ല. ചില സമയത്ത് അസ്ഥിക്കൊക്കെ കുത്തുന്ന പോലെ വേദന കൈയുടെ വിരലിലും. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അത് ഏതെങ്കിലും പ്രത്യേകതരം സന്ധിവാതമാണോ എന്ന് കണ്ടെത്തണം. എന്നിട്ട് അതിൻ്റെ ചികിത്സകളും കൂടി എടുത്താൽ മാത്രമേ കാലിൻ്റെ വേദന മാറുകയുള്ളൂ. അപ്പം ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ട് ആദ്യം പ്രാഥമിക പരിശോധനകൾ ചെയ്യുക. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ വാതരോഗത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. സന്ധിവാതം ഒരിക്കലും വന്നാൽ പിന്നീട് ഒരിക്കലും മാറില്ല. ഒരാൾക്ക് സന്ധിവാതം വന്നാൽ ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ അതുണ്ടാവും എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ.
2, സന്ധിവാതം അത്ര സീരിയസ് ആയിട്ടുള്ള രോഗമൊന്നുമല്ല, അതുകൊണ്ട് ആരും മരിക്കാനൊന്നും പോകുന്നില്ല, അതിങ്ങനെ വന്നും പോയി നിൽക്കും എന്നുള്ളൊരു ധാരണയുള്ളവരുണ്ട്. 3, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സന്ധിവാതത്തിന് കാര്യമായ മരുന്നുകളൊന്നുമില്ല. ഈ 3 ചിന്താഗതികളും തികച്ചും തെറ്റാണ്. നമുക്കത് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തേത്, സന്ധിവാതം ഒരിക്കൽ വന്നാൽ പിന്നെ വിട്ടുമാറില്ല എന്നുള്ളതാണ്. സന്ധിവാതങ്ങൾ പലതരമുണ്ട്. സന്ധിവാതം ഒരു ഡയഗ്നോസിസ് അല്ല, ഒരു സിംറ്റം മാത്രമാണ്. സന്ധികളിൽ വീക്കവും നീർക്കെട്ടും വരുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അത് ഏത് രോഗത്തിൻ്റെ ഭാഗമാണ് എന്നനുസരിച്ചിരിക്കും അതിൻ്റെ രോഗത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി. അപ്പോൾ പലതരം സന്ധിവാതങ്ങളും വേഗം ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി, യൂറിക് ആസിഡ് കൂടുന്നുണ്ടാകുന്ന ഗൗട്ട്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരിൽ ചില അണുബാധകൾക്ക് ശേഷം വരുന്ന വാതരോഗങ്ങൾ, ഇവയൊക്കെ വേഗം ചികിത്സിച്ച് മാറ്റാം. ആമവാദം ആരംഭത്തിൽ തന്നെ ചികിത്സയെടുത്ത ഒരു 60-70% പേർക്കും ദീർഘനാൾ മാറി നിൽക്കും. എന്നാൽ SLE അഥവാ ലൂപ്പസ് രോഗം നമുക്ക് മരുന്നുകൾ കൊണ്ട് തടഞ്ഞു നിർത്താനേ സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണമായ ഒരു ക്യൂർ ഇല്ല. അപ്പം ഏതാണ് രോഗമെന്ന് കണ്ടെത്തി അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാം മാറില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. 2, സന്ധിവാതം അത്ര സീരിയസ് അല്ല, അതിങ്ങനെ വേദനയും വീക്കം ഉണ്ടാക്കും എന്നല്ലാതെ പ്രശ്നങ്ങളൊന്നും മറ്റു രീതിയിൽ ഉണ്ടാക്കാറില്ല എന്നൊരു ധാരണയുണ്ട്. അതും തെറ്റാണ്. ചിലതരം സന്ധിവാതങ്ങൾ ആന്തരിക അവയവങ്ങളെ ബാധിക്കാം. ഉദാഹരണത്തിന് റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി ചെറുപ്പക്കാരിലും കുട്ടികളിലും വരുന്ന ഒരു രോഗമാണ്. അത് ഹൃദയത്തിൻ്റെ വാൽവുകളെ ബാധിക്കുകയും വാൽവുകൾക്ക് ചുരുക്കമോ ലീക്കോ ഉണ്ടാക്കുകയും ഹൃദയത്തിൻ്റെ പമ്പിങ് തന്നെ തകരാറിലാക്കുകയും ചെയ്യാം. അതുമൂലം മരണം സംഭവിക്കാം. SLE അഥവാ ലൂപ്പസ് രോഗം ഒരു 30-40% രോഗികൾക്ക് ശരിയായ ചികിത്സ എടുക്കാതിരുന്നാൽ കിഡ്നിയെ ബാധിക്കാം. അങ്ങനെ വൃക്കരോഗം മൂലം തകരാറുകൾ സംഭവിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യാം. ചിലപ്പോഴൊക്കെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുകയും ശ്വാസകോശത്തിന് ചുരുങ്ങുവാനും വികസിക്കാനുമുള്ള കഴിവ് ഇല്ലാതാകുകയും ചെയ്യാം. ഇതും മരണത്തിന് കാരണമാകാം. അപ്പോൾ ചിലതരം സന്ധിവാതങ്ങൾ ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു നിസ്സാര രോഗമായി കരുതി തള്ളിക്കളയുന്നത് ശരിയല്ല. കോളുണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഡോക്ടർ ചോദിച്ചോളൂ. സാറേ, ഡോക്ടർ വിനായക് സാറേ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു. ഗുഡ് മോർണിംഗ്. വിളിച്ചത് എനിക്ക് കാൽക്കേനിയസ് സ്പർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. കാല ഇടത് കാലം നിലത്ത് കുത്താൻ പറ്റുന്നില്ല. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ മൊബലിയോൺ എന്ന് പറഞ്ഞൊരു ഓയിൻമെന്റും പിന്നെ ഫ്രാറ്റോൾ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് തന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ എത്നോ റബ്ബ് MR എന്ന് പറഞ്ഞൊരു ഓയിൻമെന്റും തന്നിരുന്നു. എന്നിട്ടും ആ വേദന കുറയുന്നില്ല. ഇതിപ്പം എന്താ ഒരു കാൽക്കേനിയസ് സ്പറിന് ചെയ്യാൻ പറ്റിയ? എനിക്ക് പ്രോഗ്രാം കാണാൻ പറ്റില്ല, ഒരു മറുപടി ഇതിൽ കൂടെ പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഇത് കാൽക്കേനിയർ സ്പർ, കാൽക്കേനിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലുള്ള അസ്ഥിയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു മുള്ളു പോലുള്ള ഒരു ഭാഗത്തിന് പറയുന്നതാണ് കാൽക്കേനിയർ സ്പർ. അത് വളരെ നീളമുള്ളതാണെങ്കിൽ മാത്രം താഴെയുള്ള പ്ലാന്റാർ ഫേഷ്യയിലൊക്കെ കുത്തിയിട്ട് വേദന ഉണ്ടാക്കാം. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും എക്സ്റേയിൽ കാൽക്കേനിയർ സ്പർ ഉണ്ടെങ്കിലും ഈ കാലിൻ്റെ അടിയിലെ വേദന വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് കൊണ്ടാണ്. അപ്പോൾ പ്ലാന്റാർ ഫേഷ്യൈറ്റിസിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇത് മാറും. പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രമേഹമൊന്നും ഉള്ളയാളല്ലല്ലോ? പ്രമേഹ രോഗികൾക്ക് ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് വളരെ സാധാരണയായി കാണപ്പെടാറുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാന ചികിത്സ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള ചികിത്സാ രീതികളും വേറെ എടുക്കേണ്ടതായിട്ട് വരാം. ഞാൻ പറഞ്ഞ ഈ MCR മൈക്രോസെല്ലാർ റബ്ബറിൻ്റെ ചെരുപ്പുകൾ, അൾട്രാസോണിക് എന്ന് പറയുന്ന ഫിസിയോതെറാപ്പി, ചിലപ്പോൾ പ്രമേഹം നന്നായി നിയന്ത്രിച്ചതിന് ശേഷമുള്ള കാലിനടിയിലെടുക്കുന്ന ഇഞ്ചക്ഷനുകൾ, ഇവയൊക്കെ കൊണ്ട് രോഗം സുഖമാക്കാം. പക്ഷെ അതിൻ്റെ പിറകിലുള്ള കാരണം പ്രമേഹമായതുകൊണ്ട് അത് ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എനിക്ക് ഡയബറ്റിക്, ഞാൻ ടൈപ്പ് 2 ഡയബറ്റിക്കിന്റെ ഇൻസുലിൻ രാവിലെ 40 വൈകുന്നേരം 40 എടുക്കുന്ന ആളാണ്. എന്നിട്ടും ഷുഗർ കൺട്രോൾഡ് അല്ല അല്ലേ? എന്റെ ജീവിതശൈലി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇൻസുലിൻ്റെ ഡോസിൽ അടുത്ത ഒരു ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചിലപ്പോൾ അതിനോടൊപ്പം ചില ടാബ്ലറ്റുകളൊക്കെ കഴിക്കുകയും ചെയ്താൽ ഷുഗർ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഷുഗർ ഒന്ന് നിയന്ത്രിക്കുകയും അതോടൊപ്പം മാത്രം ഇതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യാം. കാൽക്കേനിയർ സ്പർ കൊണ്ട് മാത്രം ഇതുപോലൊരു വേദന വരാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അത്രയേറെ നീളമുള്ള കാൽക്കേനിയർ സ്പർ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് നീക്കാം. ശരി, ഞാൻ കാല് വലിച്ചാ നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസിന്റെ ഭാഗമാകാനാണ് വഴി.
ആ ശരി. ഞാൻ ഏതെങ്കിലും ഓർത്തോ സർജനെ ആദ്യം കണ്ടാൽ മതിയോ? ഏതെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് മതി. ഓർത്തോയുടെ ഡോക്ടറെ കാണുന്നതോടൊപ്പം തന്നെ പ്രമേഹം നിയന്ത്രിക്കുകയും കൂടെ ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒരേ സമയം ചെയ്തു നോക്കുക. ആ ശരി സർ, ശരി. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ തെറ്റിദ്ധാരണകളെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. എന്തൊക്കെയാണ് മറ്റു തെറ്റിദ്ധാരണകൾ? അതായത് വേറൊരു തെറ്റിദ്ധാരണ ഈ സന്ധിവാതത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കാര്യമായ മരുന്നുകളില്ല എന്നുള്ളതാണ്. അതും ശരിയല്ല. ഏതാണ്ട് ഒരു 10-15 വർഷം മുന്നേ വരെ അതൊരു ശരിയായ ധാരണയായിരുന്നു എന്ന് പറയാം. കാരണം കുറച്ച് വേദന സംഹാരികളും നീർക്കെട്ട് കുറയ്ക്കാനുള്ള കോർട്ടിസോൺ അടങ്ങിയ സ്റ്റിറോയിഡ് മരുന്നുകളുമൊക്കെ മാത്രമേ ഒരു ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർക്ക് സന്ധിവാതത്തിന് തരാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു 1-1.5 പതിറ്റാണ്ടുകളായി ഒട്ടേറെ പുതിയ മരുന്നുകൾ സന്ധിവാത രോഗത്തിനായി കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ ഈ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ചാൽ പല സന്ധിവാത രോഗങ്ങളും പൂർണ്ണമായി മാറ്റുവാനായി സാധിക്കുന്നുണ്ട്. മെത്തോട്രക്സൈറ്റ്, ഫ്ലൂണമൈഡ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫസലാസിൻ തുടങ്ങി ഒട്ടേറെ മരുന്നുകൾ ഇപ്പോൾ ഈ വിവിധതരം സന്ധിവാത രോഗങ്ങൾക്കായി നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. അതിനൊന്നും വലിയ വിലയുമില്ല. തുടക്കത്തിൽ തന്നെ ഈ മരുന്നുകൾ കഴിച്ചാൽ ഈ രോഗത്തിൻ്റെ മൂലകാരണം തന്നെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ ബയോളജിക്കൽസ് എന്ന് പറയുന്ന ജൈവമരുന്നുകളും ഇപ്പോൾ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സന്ധിവാതത്തിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട്. എന്തൊക്കെയാണ് സന്ധിവാതത്തിൻ്റെ രോഗലക്ഷണങ്ങൾ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സന്ധി വീക്കമാണ് എല്ലാ സന്ധിവാതത്തിലും കാണുന്നത്. സന്ധി വീക്കം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. ഏതാണ്ട് 100-150 തരം രോഗങ്ങളുടെ ലക്ഷണമായി സന്ധികളിൽ വീക്കവും വേദനയും അനുഭവപ്പെടാം. സന്ധിവാതത്തിലെ ഇതിനു പുറമെ ഓരോ തരം സന്ധിവാതങ്ങളിലും ഒരു പ്രത്യേകതരം സന്ധികളിലാണ് അത് ബാധിക്കുക. ഉദാഹരണത്തിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം കൈയുടെ ചെറിയ വിരലുകളുടെ സന്ധികളിലാണ് സാധാരണ തുടങ്ങുക. പിന്നെ മണികണ്ഠത, റിസ്റ്റ്, കണങ്കാൽ, ആങ്കിൾ, നീ തുടങ്ങിയ ജോയിൻറ്റുകളിലും ബാധിക്കാം. സാധാരണ അത് 2 കൈയുടെ ജോയിൻറ്റുകളിലും ഒരേപോലെ വരും. വലത് കൈയിൽ വന്നാൽ ഇടത്ത് കൈയിലേക്കും അതേ ജോയിൻറ്റുകളിൽ തന്നെ വേദന വരും. അതിനെ നമ്മൾ സിമെട്രിക്കൽ ആർത്രൈറ്റിസ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുക. എന്നാൽ വാതപ്പനി അഥവാ റുമാറ്റിക് ഫീവർ വലിയ ജോയിൻറ്റുകളിലാണ് വരിക. സാധാരണ അത് കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, ഹിപ്പ് അഥവാ ഇടുപ്പ്, ആങ്കിൾ തുടങ്ങിയ വലിയ ജോയിൻറ്റുകളിൽ വരും. ഒരു ജോയിൻറ്റിലെ രോഗം വന്നാൽ 3-4 ദിവസം കഴിയുമ്പോൾ അത് അടുത്ത ജോയിൻറ്റിലേക്ക് വ്യാപിക്കും. ആ സമയത്ത് ആദ്യത്തെ ജോയിൻറ്റിലെ വീക്കവും വേദനയും കുറയും. അതിനെ നമ്മൾ മൈഗ്രേറ്റിംഗ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇനി ഗൗട്ട് എന്ന് പറയുന്ന രോഗം സാധാരണ യൂറിക് ആസിഡ് പരലുകൾ, ക്രിസ്റ്റലുകൾ ജോയിൻറ്റിൽ അടിഞ്ഞുകൂടുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇത് സാധാരണ ബാധിക്കുന്നത് നമ്മുടെ പെരുവിരലിൻ്റെ ചുവട്ടിലുള്ള ജോയിൻറ്റിലാണ്. അപ്പോൾ പെരുവിരലിൻ്റെ ചുവട്ടിലുള്ള ആ ജോയിൻറ്റ് ചുവന്ന് വീങ്ങിത്തടിക്കും. അവിടെയാണ് ഗൗട്ട് സാധാരണ തുടങ്ങുക. സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്തെ ജോയിൻറ്റുകളിലും സേക്രോ ഇലിയാക് ജോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടുപ്പും നട്ടെല്ലും തമ്മിൽ ചേരുന്ന ജോയിൻറ്റുകളും ബാധിക്കുന്നത്. അപ്പോൾ ഏത് ജോയിൻറ്റുകളിലൊക്കെയാണ് ഈ രോഗം തുടങ്ങുന്നത്, ഇപ്പോൾ ഏതൊക്കെ ജോയിൻറ്റുകളിലാണ് രോഗം കൂടുതലായി ഉള്ളത് എന്നൊക്കെ വിദഗ്ധനായ ഒരു ഡോക്ടർ നോക്കിയാൽ ഏത് തരം സന്ധിവാതമാണെന്ന് ഏകദേശം മനസ്സിലാവും. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ബോംബെന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടറെ ഉള്ളത് ഈ സന്ധിവാതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രാവിലെ എത്തിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കൈകാലുകളിലൊക്കെ പർട്ടിക്കുലർ പോയിന്റ് നല്ല പെയിനും അത് രാവിലെ ഒരു 10 മണി കുറയും. എവിടെയാണ് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഈ വേദന വരുന്നത്? രാവിലെ എണീക്കുമ്പോൾ കൂടുതൽ വേദനയുള്ളത് ഏതൊക്കെ ഭാഗങ്ങളിലാണ്? ഈ കൈകളുടെ കൈകളില് ഇങ്ങനെ പോയിന്റുകളിൽ എവിടെയെങ്കിലും, പിന്നെ ചില കൈപ്പത്തിയുടെ സന്ധികളിൽ എവിടെയെങ്കിലും കാലുകളില് ഇങ്ങനെ പത്തിയുടെ ഭാഗങ്ങളില് അങ്ങനെയൊക്കെ. സാധാരണ ഈ സന്ധിവാത രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് രാവിലെ എണീക്കുമ്പോൾ വേദന കൂടുക എന്നുള്ളത്. അതായത് നമ്മൾ റെസ്റ്റ് കഴിഞ്ഞ് എണീക്കുമ്പോൾ പല സന്ധികളിലും വീക്കവും വേദനയും അനുഭവപ്പെടാം. നമ്മൾ എണീറ്റ് നടക്കുകയും ജോലി ചെയ്യുകയും അല്പം വെയിലൊക്കെ ഉറച്ച് അന്തരീക്ഷം ചൂടാകുകയൊക്കെ ചെയ്യുമ്പം വേദനയും വീക്കവും ഒക്കെ കുറഞ്ഞു വരും. ഇത് എല്ലാത്തരം സന്ധിവാത രോഗങ്ങളുടെയും ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പം അതിന് മോർണിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് നമ്മൾ പറയുക. അത് ഈ പറഞ്ഞ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം, സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ഇതിലെല്ലാം ഉണ്ടാകാവുന്നതാണ്.
അപ്പം മോർണിംഗ് സ്റ്റിഫ്നെസ് കാര്യമായി നിങ്ങൾക്കുള്ള സ്ഥിതിക്ക് അതൊരു വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. അതിൻ്റെ പിറകിൽ ഏതോ ഒരു വാദം ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു തരം സന്ധിവാദം. അത് ഏതാണെന്ന് കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ ചെയ്യുകയും വേണം. റുമറ്റോളജിസ്റ്റിനെ കാണുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ബോംബെയിലാണല്ലേ? അവിടെ ധാരാളം റുമറ്റോളജിസ്റ്റുകളുണ്ട്. പ്രധാനപ്പെട്ട അങ്ങനെ പ്രത്യേക ഡോക്ടറെ ഞാൻ നിർദ്ദേശിക്കാൻ ഇല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലും വലിയ പ്രൈവറ്റ് ആസ്പത്രികളിലും ഒക്കെ റുമറ്റോളജിസ്റ്റുകളുണ്ട്. അവിടെ റുമറ്റോളജിസ്റ്റ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സന്ധിവാതമാണെന്ന് സ്ഥിരീകരിക്കാൻ എന്തെല്ലാം തരം ടെസ്റ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? സന്ധിവാതം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഡോക്ടറെ കണ്ട് ഏതൊക്കെ ജോയിൻറ്റുകളിലാണ് രോഗം വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, ഇപ്പോഴുള്ള സ്ഥിതി എന്താണ് എന്നൊക്കെ ആദ്യമായിട്ടൊന്ന് അവലോകനം ചെയ്യണം. അതിനുശേഷം ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെടുന്ന സന്ധിവാതമാണെന്ന് വിദഗ്ധനായൊരു ഡോക്ടർക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് ആമവാദമാകാം, ചിലപ്പോൾ ലൂപ്പസ് സന്ധിവാതമാകാം, ചിലപ്പോൾ റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനിയാവാം. അപ്പോൾ ഓരോന്നിനും ടെസ്റ്റുകൾ വ്യത്യസ്തമാണ്. ജനറലായി മിക്കവാറും എല്ലാ നീർക്കെട്ടുണ്ടാക്കുന്ന സന്ധിവാതങ്ങൾ അഥവാ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസുകൾക്ക് എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ESR കൂടുതലായിരിക്കും. അതേസമയം സന്ധി തേയ്മാനത്തിൽപ്പെടുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽപ്പെടുന്ന സന്ധിവാതങ്ങളിൽ ESR സാധാരണ നോർമലായിരിക്കും. ESR നോർമലാകുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഫൈബ്രോമയാൾജിയ അങ്ങനത്തെ രോഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. കൂടുതലാകുമ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, സന്ധികളിലെ നീർക്കെട്ടും വീക്കവും ഉണ്ടാക്കുന്ന തരം സന്ധിവാതങ്ങളിലെല്ലാം ESR കൂടാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ റുമറ്റോയ്ഡ് ഫാക്ടർ, ആൻറ്റി CCP എന്നീ ടെസ്റ്റുകളാണ് ചെയ്യുക. റുമറ്റോയ്ഡ് ഫാക്ടർ എല്ലാവർക്കും പോസിറ്റീവ് ആകണമെന്നില്ല. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് രോഗികളിൽ ഒരു 60-70% പേർക്ക് റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആകും. അതിൻ്റെ അർത്ഥം 30% റുമറ്റോയ്ഡ് രോഗികൾ റുമറ്റോയ്ഡ് ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ അവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട് താനും. അങ്ങനെയുള്ളവർക്ക് ആൻറ്റി CCP എന്ന് പറയുന്ന ഒരു പുതിയ ടെസ്റ്റ് ഉണ്ട്. ഇത് ഒരു രക്തപരിശോധന തന്നെയാണ്. ചില ആൻറ്റിബോഡികൾ രക്തത്തിലുണ്ടാകുന്ന കണ്ടെത്താനുള്ള വിവിധതരം ടെസ്റ്റുകളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ ടെസ്റ്റ് ഏകദേശം ഒരു 70% പേർക്കും പോസിറ്റീവ് ആകും. അത് വളരെ ഉയർന്ന നിലയിലുണ്ടെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആകാനാണ് വളരെ കൂടിയ സാധ്യത. അതേസമയം SLE എന്ന് പറയുന്ന രോഗത്തിന് നമ്മൾ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ANA ടെസ്റ്റാണ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റി DSDNA തുടങ്ങിയ വിവിധ ആൻറ്റിബോഡികൾ ചെയ്യേണ്ടതായി വരും. റുമാറ്റിക് ഫീവറിന് ASO ടൈറ്ററാണ് സാധാരണ നോക്കുന്നത്. ചിലപ്പോൾ എക്കോ കാർഡിയോഗ്രാഫി, ഹാർട്ടിൻ്റെ വാൽവുകളിലോ എല്ലാം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ വേണ്ടിവരും. അപ്പം ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് ഒരു രോഗിയെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽപ്പെടുന്ന രോഗമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കുകയും അതിനുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വരുന്ന എല്ലാ രോഗികൾക്കും എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കിയാൽ പലപ്പോഴും കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടാകുക. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ സന്ധിവാതത്തിനുള്ള ചികിത്സ എങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതുതരം സന്ധിവാതം എന്നനുസരിച്ച് ചികിത്സ വ്യത്യസ്തമാണ്. ഓരോ രോഗത്തിൻ്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന റീസൺ. ഉദാഹരണത്തിന് റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി സാധാരണ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു അണുബാധയിൽ നിന്നുണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് പനിയോ തൊണ്ടവേദനയോ ഒക്കെ വന്നതിന് ശേഷം ഈ ബാക്ടീരിയയ്ക്കെതിരെ കുറച്ച് ആൻറ്റിബോഡികൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് റുമാറ്റിക് ഫീവർ വരുന്നത്. അപ്പോൾ റുമാറ്റിക് ഫീവറിന് നമ്മുടെ ചികിത്സ പെൻസിലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്ത് ഈ ബാക്ടീരിയകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അതോടൊപ്പം സന്ധികളുടെ വീക്കവും വേദനയും കുറയ്ക്കുവാനുള്ള ആസ്പിരിൻ പോലത്തെ മരുന്നുകളാണ് ഇന്നും ഉപയോഗിക്കുന്നത്. അതേസമയം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചില ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് ശരീരകോശങ്ങൾക്ക് നാശം വരുത്തുന്നതാണ്. അതിന് ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ്, ഈ രോഗത്തിൻ്റെ മൂലകാരണത്തെ തന്നെ മാറ്റുവാൻ കഴിവുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. അത്യാവശ്യത്തിന് വേദന സംഹാരികളോ സ്റ്റിറോയിഡോ കൊടുക്കുമെങ്കിലും തുടർച്ചയായി ഉപയോഗിക്കേണ്ടത് ഡിസീസ് മോഡിഫയിങ് മരുന്നുകളാണ്. മെത്തോട്രക്സേറ്റ്, ലെഫ്ലൂണമൈഡ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫസലാസിൻ തുടങ്ങി അനേകം മരുന്നുകൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനുണ്ട്. ഇതുകൊണ്ട് ഫലപ്രദമാകുന്നില്ലെങ്കിൽ നമ്മൾ ജൈവമരുന്നുകൾ അഥവാ ബയോളജിക്കൽസ് ഉപയോഗിക്കാം. SLEക്ക് ഇതുപോലെ തന്നെ വേറെ ഡിസീസ് മോഡിഫയിങ് ഡ്രഗുകളും ജൈവമരുന്നുകളായ റിറ്റുക്സിമാബ് ഉപയോഗിക്കുന്നു. എന്നാൽ ഗൗട്ട്
ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യൂറിക് ആസിഡ് പരലുകൾ ജോയിൻറ്റിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അതിന് ഈ മരുന്നുകളൊന്നും ഫലപ്രദമല്ല. അതിന് നമ്മൾ കൊടുക്കുന്ന കോൾച്ചിസിൻ പോലെയുള്ള യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാനുള്ള മരുന്നുകളും അലോപ്യൂരിനോൾ, ഫെബുക്സോസ്റ്റാറ്റ് തുടങ്ങി രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകളുമാണ്. അപ്പം ശരിയായ രോഗനിർണയം ചികിത്സയിൽ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അശോകൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ. ഡോക്ടർ, ഈ കൈ കാല് മുഴുവനും, കൈയും കാലിലെ എല്ലാ അസ്ഥികളും നിരന്തരമായി ഇങ്ങനെ വേദന എടുത്തുകൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. ഈ തണുപ്പ് കാലത്താണ് കൂടുതൽ. സന്ധിവാദമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 46. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ജോലി ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലാണ്. ഈ അസ്ഥികൾക്കാണ് വേദന അല്ലേ? അതെ, അസ്ഥികൾക്കാണ്. ജോയിന്റ്സിനും ഒക്കെ വേദനയുണ്ട്. സന്ധികൾക്കും ഉണ്ട്? അതെ, സന്ധികൾക്കും ഉണ്ട്. രാവിലെ എണീക്കുമ്പോൾ അത് കൂടുതലുണ്ടോ? എന്താണ് സാർ? രാവിലെ എണീക്കുമ്പോൾ എണീക്കുമ്പോൾ അത് കൂടുതലുണ്ട്. എണീക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. ഒന്ന് ഇളകി നടന്നൊക്കെ കഴിയുമ്പോൾ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങുന്നുണ്ടോ? അതെ അതെ അതെ, രാവിലെ നടന്നു കഴിയുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ അതൊരു മോർണിംഗ് സ്റ്റിഫ്നെസ്സിൻ്റെ ലക്ഷണങ്ങളാണ്. മുമ്പേ ഒരാൾ ചോദിച്ചതുപോലെ രാവിലെ എണീക്കുമ്പോൾ വേദനയും വീക്കവും കൂടുതലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സന്ധിഭാഗത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ നിങ്ങൾ പറയുന്നതനുസരിച്ച് വലിയ ജോയിൻറ്റുകളിലാണല്ലോ വേദന കൂടുതലുള്ളത്. അത് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ സന്ധിഭാഗത്തിലാണ് അത് കൂടുതലായി കണ്ടുവരാറ്. മറ്റു വാദങ്ങളിലും വരാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കണം. ഏതെങ്കിലും ഡോക്ടറെ കണ്ടിരുന്നോ? ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ട് 1.5 ആഴ്ച ആയുള്ളൂ. അത് മാറുന്നില്ല. ഇതിപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട്, ഒരു ഫിസിഷ്യനെ ആദ്യമായി കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്കണം. ഇത് സന്ധിവാദം തന്നെയാണോ, സന്ധിവാദം പോലെയുള്ള മറ്റു രോഗങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വേണം ചികിത്സ നിശ്ചയിക്കാൻ. പക്ഷേ ഈ രാവിലെ എണീക്കുമ്പോൾ വേദന കൂടുതൽ കാണുന്നത് സാധാരണ സന്ധിവാത രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഒരു വിദഗ്ധ പരിശോധന നിങ്ങൾക്ക് ആവശ്യമുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സന്ധിവാതത്തിനുള്ള മരുന്നുകൾ ദീർഘകാലം കഴിക്കേണ്ടതാണ്. ഇവയിൽ പലതിലും സ്റ്റെറോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിനെന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ശരീരത്തിലുണ്ടാക്കുന്നത്? അല്ല, സന്ധിവാതങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മൾക്ക് ബ്രോഡായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, നമ്മുടെ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്, സാധാരണ നമ്മൾ പറയുന്ന പെയിൻ കില്ലേഴ്സിൽ പെടുന്ന മരുന്നുകളാണവ. ഐബുപ്രൂഫനും ഡൈക്ലോഫെനാക്കും ആസ്പിരിനും ഒക്കെ അതിൽ പെടുന്നു. ഇവ തൽക്കാലമായി വേദനയും വീക്കവും കുറയ്ക്കുന്നു എന്നല്ലാതെ രോഗം മാറ്റുന്നില്ല. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സ്റ്റിറോയിഡുകൾ. ഈ സ്റ്റിറോയിഡുകൾ വലിയ ഡോസിൽ തുടർച്ചയായി കഴിക്കുന്നതാണ് സാധാരണ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് വളരെ ചെറിയ തോതിൽ ആരംഭത്തിൽ തന്നെ കുറച്ച് നാളെ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്നത് രോഗം തടയാൻ വളരെയേറെ ഫലപ്രദമാണ്. അപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകളെക്കുറിച്ച് നമ്മൾ അത്രയേറെ ഭയപ്പെടേണ്ടതില്ല. വിദഗ്ധനായ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വേണം സ്റ്റിറോയിഡുകൾ കഴിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. സ്റ്റിറോയിഡുകളെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ സ്റ്റിറോയിഡ് കൊടുക്കുന്നത്, അതും വളരെ ചെറിയ ഡോസിൽ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല, സൈഡ് ഇഫക്റ്റുകൾ കുറഞ്ഞ പുതിയ സ്റ്റിറോയിഡ് മരുന്നുകൾ, ഡെഫ്ലസാക്കോട്ട് പോലുള്ള മരുന്നുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പണ്ടൊക്കെ വലിയ തോതിൽ തുടർച്ചയായി സ്റ്റിറോയിഡ് മരുന്നുകൾ മാത്രം ഉപയോഗിക്കുമ്പോൾ രോഗിക്ക് പല സൈഡ് ഇഫക്റ്റുകളും ഉണ്ടാകാം. ശരീരഭാരം കൂടാം, ഷുഗർ കൂടാം, പ്രഷർ കൂടാം, പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകളുടെ ദൃഢത കുറയാം, ഇങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഡിസീസ് മോഡിഫയിങ് മരുന്നുകളാണ്. അതിൽ സ്റ്റിറോയിഡോ വേദന സംഹാരികളോ അടങ്ങിയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ ലെഫ്ലൂണമൈഡ്, മെത്തോട്രെക്സേറ്റ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫസലാസിൻ തുടങ്ങിയ മരുന്നുകളൊന്നും സ്റ്റിറോയിഡിൻ്റെ വർഗ്ഗത്തിൽ പെടുന്നവയേ അല്ല. ഈ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കഴിക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുള്ളൂ. അത് വിദഗ്ധനായ ഡോക്ടർക്ക് വേഗം കണ്ടെത്താൻ സാധിക്കുന്നതുമാണ്. വേദന സംഹാരികൾ തുടർച്ചയായി കഴിക്കുമ്പോഴാണ് കിഡ്നിക്കും മറ്റ് അവയവങ്ങൾക്കൊക്കെ തകരാറുണ്ടാക്കുന്നത്. സ്റ്റിറോയിഡുകൾ വളരെ കൂടിയ ഡോസിൽ തുടർച്ചയായി കഴിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസും പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടാകുന്നത്. ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സാണ് നമ്മൾ ഇന്ന് റുമറ്റോളജിയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറയാത്തവർക്ക് ജൈവ മരുന്നുകളും ഉപയോഗിക്കാം. സമയം ഇവിടെ പൂർണ്ണമായി. സന്ധിവാതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. നമസ്കാരം.